അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഷാർജയിലെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ രംഗത്തെ പ്രധാന നാമമായ കിങ്സ്റ്റൺ ഹോൾഡിംഗ്സിന്റെ ചെയർമാനും ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള ഷാർജ ഇൻഡസ്ട്രീസ് ബിസിനസ് ഗ്രൂപ്പിന്റെ ചെയർമാനും കൂടിയായ ലാലു സാമുവലിന്റെ വിജയഗാഥകളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ദ ബസ്സിൽ ഇനി. വെൽക്കം സർ. സർ, ഈ കിങ്സ്റ്റൺ ഹോൾഡിംഗ്സിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് സാർ ഒന്ന് പറയാമോ? കിങ്സ്റ്റൺ ഹോൾഡിംഗ്സ് ഒരു ഹോൾഡിംഗ് കമ്പനിയായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. കിങ്സ്റ്റൺ ഹോൾഡിംഗ്സിൻ്റെ ഓൺ ബിസിനസ് 3 മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ 4 മൾട്ടിനാഷണൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ട്. മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഒന്ന് എക്സ്ട്രൂഷൻ, PVC കോൺഡ്യൂട്ട്സ് എക്സ്ട്രൂഡ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നമുക്കൊരു 350 കിലോമീറ്റേഴ്സ് കോൺഡ്യൂട്ട്സ് എക്സ്ട്രൂഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ആ പ്ലാന്റിൽ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചക്ഷൻ മോൾഡിങ്, അതിൻ്റെ തന്നെ ആസ് എ പാർട്ട് ഓഫ് PVC കേബിൾ മാനേജ്മെൻ്റ് എന്ന് പറയും. പിന്നെ ടൂൾ റൂം, വാട്ട് എവർ ടൂൾസ് നമുക്ക് വേണ്ട ടൂൾസ് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഇൻസൈഡ് ദാറ്റ് ഫാക്ടറി. സെക്കൻഡ് മാനുഫാക്ചറിങ് യൂണിറ്റ് കേബിൾ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇൻ മെറ്റൽ, കേബിൾ ട്രേ, കേബിൾ ട്രങ്കിങ്, അണ്ടർഫ്ലോ ബോക്സസ്, metal boxes, പിന്നെ ഡേറ്റ ക്യാബിനറ്റ്സ്, അങ്ങനെയുള്ള പ്രോഡക്ട്സ്. എനിത്തിങ് ടു ഡു വിത്ത് മെറ്റൽ, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് മാനുഫാക്ചറിങ്. അതൊരു നമുക്കൊരു 2 million ബോക്സസ് പെർ മന്ത് മാനുഫാക്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അത് രണ്ടും മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. മൾട്ടിനാഷണൽ വെഞ്ചേഴ്സ്, വി ഹാവ് ഒരു GP ബാറ്ററി, Hong Kong based multinational, public listed in Hong Kong, Singapore. അവരുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്. 50-50 ജോയിൻറ്റ് വെഞ്ചർ. മിഡിൽ ഈസ്റ്റ് റീജിയൻ ആണോ? മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, about 72 countries. That's one. Second, Pierlite Australia, joint venture. Pierlite ഓസ്ട്രേലിയയിലെ ലാർജസ്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഫോർ ലൈറ്റ് ഫിറ്റിംഗ്. ഏഷ്യ പസഫിക്കിലെ one of the largest manufacturing units. അവരുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചറുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഫോർ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക. തേർഡ്, ഗ്ലെൻഡ് എംപ്ലെക്സ്, ഇറ്റ്സ് എൻ ഐറിഷ് മൾട്ടിനാഷണൽ. അവരുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചറുണ്ട്. എന്താണ് അവരുടെ പ്രോഡക്ട്സ്? വെന്റിലേഷൻ, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്, വെന്റിലേഷൻ, എക്സ്പിലെയർ എന്ന് പറയുന്ന വെന്റിലേഷൻ സിസ്റ്റംസ്, ഹീറ്റ് റിക്കവറി സിസ്റ്റംസ്, പിന്നെ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ്. ലൈക്ക് there is about 25 brands. Brands like Belling, Stove, Morphy Richards, Nobo, Creda, Galaxy, about 25 brands. അതെല്ലാം യൂറോപ്യൻ ബ്രാൻഡ് ലീഡേഴ്സാണ്. അവരുമായിട്ടുള്ള JV, ഇറ്റ് കവേഴ്സ് ഇന്ത്യ, ശ്രീലങ്ക, മാൽഡീവ്സ്, നേപ്പാൾ, ബംഗ്ലാദേശ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക. It's about 120 countries we cover that. It's a 2 billion euro group. So this is the activities of Kingston Holding. ഇപ്പോൾ സാർ എത്ര വർഷമായി ഇവിടെ UAE-ലായിട്ട്? To be precise, 32 years. 32 years. ഈ 32 years-ൽ സാറിൻ്റെ ആ ഒരു വിജയഗാഥ ഒന്ന് വളരെ ഷോർട്ടായിട്ട് നമ്മളെടുത്തൊന്ന് പറഞ്ഞു തരാമോ? Success is a never-ending story. So I won't say successful. I mean, it depends on milestones what you reach. Okay, you set every year you set a milestone and say that okay, this year you want to do this. You feel happy if you achieve that. Sometimes you feel 20% more, 50% more. Sometimes you do 50% less. So you cannot say success. Success is defined. പല ആൾക്കാരും പല രീതിയിലാണ് സക്സസ് ഡിഫൈൻ ചെയ്യുന്നത്. So okay, you want 100 dirhams, or you want $1 million, you want $1 billion. You know, it depends. Like your demand is different, your friend's demand is different, the government, Sharjah rulers' demand is different, or the UAE rulers' demand is different. So everybody measures success in a different way. Different way. So basically it is whether you enjoy what you do or whether you are happy with what you do. That is success. I would define success as that. So success on a long term is a never ending story. Yes, exactly.
കറക്റ്റ്. സാറിൻ്റെ ഈ ഒരു മാറിയ എക്കണോമിക് സാഹചര്യത്തിൽ അല്ലെങ്കിൽ UAE മിഡിൽ ഈസ്റ്റിൻ്റെ ഇപ്പം നമ്മുടെ എക്കണോമി എല്ലാം വളരെ തിരിച്ചൊരു റിസഷൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് വളരെയധികം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാറിയ പോയിന്റിൽ സാറിൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റ് റീജിയനിൽ എക്സ്പാൻഷൻ പ്ലാനുകളെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാം. 2008 recession hit badly in 2008-2009. But most companies, 2009-2010, they did very well because there were projects under completion. 2008 recession worldwide hit worldwide തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ because there were a number of projects under completion, the companies were interested to complete the project and hand over. So 2009 and 2010 was not a big problem. 2011 and 2012, 2011, 12 and 13 was bad. So now what we did at that time was we consolidated. Like, you normally when you are in a growing phase, you have a lot of extra fat, unwanted expenses. You will have a lot of uncontrolled activities. ഇതെല്ലാം എലിമിനേറ്റ് ചെയ്തൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമായിരുന്നു. ഓൾസോ വി കൺസോളിഡേറ്റഡ് ആൻഡ് വി ഡിഡ് ലോട്ട് ഓഫ് എക്സ്പാൻഷൻ പ്ലാൻസ്. വി ഇൻക്രീസ്ഡ് മാനുഫാക്ചറിങ് കപ്പാസിറ്റി. വി കൺസ്ട്രക്റ്റഡ് എ കോർപ്പറേറ്റ് ഓഫീസ് അറ്റ് ദറ്റ് ടൈം. ഷാർജ ഇൻഡസ്ട്രിയൽ ഫോറത്തിൻ്റെ നോൺ ലോക്കൽ ചെയർമാൻ, അതും ഒരു വർഷമല്ല, ലാസ്റ്റ് 3 കൺസിക്യൂട്ടീവ് ഇയേഴ്സ്. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പം ഷാർജ ഇൻഡസ്ട്രിയൽ ഫോറത്തിൻ്റെ ആക്ടിവിറ്റീസും എത്രത്തോളം അത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ അത് ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സാറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. Industries Business Group എൻ്റെ ചെയർമാൻ. we have Sharjah host. Sharjah is the host for the medium and small scale and some of the major industries as well. 44% of UAE industry is based in Sharjah. So Sharjah is the industrial capital of UAE. About 1,770 manufacturing units. It's a large number, which a lot of people doesn't know. Yes. Government knows. So last few years, the government felt that there is not enough attention for the industries here. So they formed groups to provide more attention, also to improve the communication, to improve the relation between the government and the industries. Sharjah Industries contributes to $23 billion annual exports alone. The industry, that's a big economy. Like it is a backbone. And also during the recession, industry survived very nicely. And Sharjah economy did very well. So they wanted to bring in someone from the industries group. So it was a nomination by the ruling family and the Chamber of Commerce. സാറിൻ്റെ ഫാമിലിയെക്കുറിച്ച് ഒന്ന് വളരെ ചെറുതായിട്ടൊന്ന് പറയാമോ? Wife, she is director in the group. She is in the board. So she silently supports me. She takes care of my children. I have 3 girls. സാറിന് നമ്മുടെ ഒരു എൻ്റർപ്രണർ ആവാനായിട്ട് കൊതിക്കുന്ന നമ്മുടെ ഒരുപാട് യങ്ങർ ജനറേഷൻ ഉണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ എക്സ്പാറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്കുണ്ട് ഒരു എൻ്റർപ്രണർ ആവണം, ആ ഒരു രീതിയിലേക്ക് മാറണം എന്നുള്ള. പക്ഷേ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആകാം, ഫണ്ടിൻ്റെ ഇഷ്യൂസ് ആകാം, ഒരുപാട് ഇന്നോവേറ്റീവ് കൺസെപ്റ്റും ഉള്ള ആളുകൾ ധാരാളമായിട്ടുണ്ട്. അവരുടെ അടുത്തൊക്കെ സാറിന് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്? Basically, even like in business, you have to be disciplined. It is like someone. There are a lot of people who say that, okay, I also want to do business. I mean, everybody wants to. I want to do business because I am getting only limited income. It should not be an imitation. Like, you should have a concept. You should have an idea, and then you should be disciplined. Like, once you are in business, it is not easy. It is not like it's not like being employed somewhere. When you are employed somewhere, someone else takes care of all your requirements. Your housing is taken care of, your health insurance is taken care of, your car is taken care of, your total expense is taken care of by someone. But when you start a business, whether it is small or big, everything has to be met by you. So one is you should
build up a sufficient capital. Then you should have a spending discipline. You should also have an accounting discipline. You should understand on a monthly basis what you're making and what you're spending. And you need to work extra hours. All these are part of successful business. If you want to be an entrepreneur, you need to work, you need to go that extra mile. Thank you very much, sir. Thank you for your valuable time with us, and I wish you all the best for all your upcoming and going ventures, and wish you all the success. Thank you. Thank you.